നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 3+j. Z2 എന്ന് പറയുന്നത് 4-2j. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പ്രോബ്ലം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 3+j1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. J1 എന്ന് പറഞ്ഞാൽ 1 × j അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 3+j എന്ന് തന്നെ എഴുതണം. Z2 എന്ന് പറയുന്നത് 4-2j എന്ന് തന്നെ എഴുതണം. അപ്പോൾ എങ്ങനെയാണ് എന്തിനാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഡയറക്റ്റ് കറണ്ടാണ് പഠിക്കുന്നതെങ്കിൽ ഡയറക്റ്റ് കറണ്ടിനകത്ത് ടൈമുണ്ട്, വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടാണ് വേരി ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വേരി ചെയ്യുന്നത്. കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വേരി ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ ഒരു DC ആകുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വേരി ചെയ്യുന്നതുകൊണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ AC വരുമ്പോൾ ഒന്ന് നോക്കൂ. നോർത്തും സൗത്ത് പോളും നമ്മളൊരു മാഗ്നറ്റിനകത്ത്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനകത്താണ് നമ്മൾ കണ്ടക്ടർ വയ്ക്കുന്നത്. ആ കണ്ടക്ടർ റൊട്ടേറ്റീവ് മൂവ്മെൻറ്റ് കൊണ്ടാണ് നമുക്ക് അതിനകത്ത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഉണ്ടാകുന്നത്. അതായത് ഒരു കണ്ടക്ടറിനെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്, ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു കറണ്ട് നമുക്ക് കിട്ടുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിന് റിയൽ ആൻഡ് കോംപ്ലക്സ് പാർട്ട് അല്ലെങ്കിൽ ഇമാജിനറി പാർട്സ് ഉണ്ട്. അതിന് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് കാണും. അതായത് ഇത് എക്സ് ആക്സിസിൽ വൈ ആക്സിസിലും വേരി ചെയ്ത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് വേവ് ആയിട്ടാണ് നമുക്ക് പോകുന്നത്. അതുകൊണ്ടാണ് AC പറയുമ്പോൾ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇമാജിനറി പാർട്ട് കാണും. അത് വൈ ആക്സിസിലാണ് ഇരിക്കുന്നത്. വൈ ആക്സിസിലെ യൂണിറ്റ് വെക്ടർ ആയിട്ടുള്ള J എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ, അത് യൂണിറ്റ് വെക്ടർ J എന്ന് പറയുന്നത് √−1 ഈക്വലൻ്റ് ആണ്. അപ്പോൾ √−1 ഈക്വലൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇമാജിനറി പാർട്ട് നമുക്ക് AC-ക്കകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. Z1 + Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക. 3 + 4 എത്രയാണ്? 7. ഇനി +1 - 2j -j അല്ലേ, j അവിടെ ഇടണം. എന്നിട്ട് ഇങ്ങനെ എഴുതിക്കോളൂ, 1 - 2 × j. അങ്ങനെയല്ലേ എഴുതേണ്ട? 1j - 2j എന്നല്ലേ എഴുതിയിരിക്കുന്നത്. 1 - 2 × j. അപ്പം 7 - j എന്ന് പറയുന്നതാണ് A + j എന്ന് പറയുന്നത്, അല്ലെങ്കിൽ Z1 + Z2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതിനെ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കൂ. 3 - 4 എത്രയാണ്? -1. ഇനി j + j -2j അങ്ങനെയല്ലേ വരുന്ന ഇമാജിനറി പാർട്ട് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? -1 + 3j. ഈ മൈനസും കൂടെ പ്ലസ്സായി മാറി j + 2j എന്ന് പറഞ്ഞു വരും. -1 + 3j എന്നാണ് ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ Z1 - Z2 എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്കിനി Z1 × Z2 എന്നൊരു റിസൾട്ടിലേക്ക് പോകണം. Z1 × Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ അല്ലേ ചെയ്യുന്നത്. 3 + j × 4 - 2j. ഇതിനെങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം? ആദ്യം ഇത് A + B × C + D എന്ന ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ A × C ഇത് തന്നെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യൂ. 3 × 4 പ്ലസ്, നമ്മൾ പ്ലസ് ആണ് ആഡ് ചെയ്യുന്നത്, A × C പ്ലസ് A × D 3 × -2j പ്ലസ് j × 4 പ്ലസ് j × -2j. അപ്പോൾ 3 × 4 എത്രയാണ്? 12 പ്ലസ് 3 × -2j എത്രയാണ്? -6j. അപ്പോൾ ഈ പ്ലസ് അങ്ങ് മാറുമല്ലോ, -6j. ഇനി j × 4 എത്രയാണ്? j × 4 4j തന്നെയാണ്. ഇനി നോക്കൂ, j × -2j. നോക്കൂ, j × -2j. j × -2j എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ j × j, j² × -2 ×
ജെ സ്ക്വയർ എന്നാണ് വരുന്നത്. നോക്കൂ, ജെ ഇൻറ്റു ജെ ഇൻറ്റു -2. ജെ എന്ന് പറയുന്നത് നമുക്കറിയാം -1 √(-1) ആണ്. അപ്പോൾ ജെ സ്ക്വയർ എന്തായിരിക്കും? -1 ആണ്. അപ്പോൾ ഇൻറ്റു -2 ഇൻറ്റു ഇവിടെ എന്താ എഴുതാം? -2 ഇൻറ്റു -1. ഇത് 4j. നോക്കൂ, 6j 4j -6j 4j. 6ൽ നിന്ന് 4 കുറച്ചിട്ട് മൈനസ് സൈൻ ഇടണം, അങ്ങനെയല്ലേ? 6ൻ്റെ വലിയ സൈൻ -6 + 4. ജെ അവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ മാത്രമാണ്. അപ്പോൾ -6 + 4 -2j. ഇതെന്താവും? -2 ഇൻറ്റു -1 എന്ന് പറയുന്നത് 12 മൈനസ് 12 മൈനസ്, അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 12 മൈനസ് 2j പ്ലസ് 2 എന്ന് വരില്ലേ? -2 ഇൻറ്റു -1, അപ്പോൾ 14 മൈനസ് 2j. 14 മൈനസ് 2j എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേ. അതാണ് Z1 ഇൻറ്റു Z2. മനസ്സിലായോ? Z1 ഇൻറ്റു Z2 അങ്ങനെ. അപ്പോൾ Z1 ഇൻറ്റു Z2 അങ്ങനെയാണെങ്കിൽ Z1 ബൈ Z2 നമുക്ക് കണ്ടുപിടിക്കും. Z1 / Z2 എന്ന് പറയുന്നത് 3 + j / 4 - 2j എന്നുള്ളതാണ്. നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ എളുപ്പമാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ്റെ മുകളിലത്തെ പാർട്ടിനെ ന്യൂമറേറ്റർ എന്നും താഴത്തെ പാർട്ടിനെ ഡിനോമിനേറ്റർ എന്നും പറയാം. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ കോംപ്ലിമെൻ്ററി കൊണ്ട് ഡിനോമിനേറ്ററിനെ നോമിനേറ്ററും കൊണ്ട് ന്യൂമറേറ്ററിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 3 + j 4 - 2j. ഇതല്ലേ ആ ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 4 - 2j കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ 4 + 2j ആണ്. കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനറി പാർട്ടിൻ്റെ സൈനിനെ മാറ്റി, ഇപ്പോൾ മൈനസ് ആണെങ്കിൽ പ്ലസ് എഴുതുക, പ്ലസ് ആണെങ്കിൽ മൈനസ് എഴുതുക. 4 - 2j 4 + 2j. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മുകളിലും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് പോയാൽ 1 എന്ന് പറഞ്ഞ റിസൾട്ടിലേക്ക് വരും. അതുകൊണ്ടാണ് ഈ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി നോക്കൂ, 3 + j ഇൻറ്റു 4 + 2j ബൈ ഇത് നോക്കൂ, 4 - 2j ഇൻറ്റു 4 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a - b ഇൻറ്റു a + b എന്ന് പറഞ്ഞ ഫോമാറ്റിലാണ് വരുന്നത്. അതിൻ്റെ റിസൾട്ട് എന്താണ്? a² - b². a² എന്താണ്? 4 അല്ലേ ഇതിൽ a, 4² മൈനസ് 2j അല്ലേ b, 2j². ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. എന്തിനാണ് ഇവിടെ കോംപ്ലിമെൻ്ററി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡിനോമിനേറ്ററിലെ ടേമിനെ നമ്മൾ റിയൽ പാർട്ടാക്കി മാറ്റും. ഇപ്പോൾ നോക്കൂ, 4² എന്ന് പറഞ്ഞാൽ 16 ആണ്. 4² എന്ന് പറഞ്ഞാൽ 16 ആണ്. മൈനസ് 2j². 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇൻറ്റു ജെയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. ഈ -1ഉം -1ഉം കൂടെ ചേർന്ന് ഇത് പ്ലസ്സാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? 16 + 4 എന്ന് പറയുന്നത് 20 എന്ന് പറഞ്ഞ റിസൾട്ടിലേക്ക് വരും. അത് റിയൽ പാർട്ടാണ്. അതിനകത്ത് j ഒന്നുമില്ല. 4ൻ്റെ സ്ക്വയർ 16 മൈനസ് 2j². 2ൻ്റെ സ്ക്വയർ 4, jൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1. ab² എങ്ങനെയാണ് ചെയ്യുന്നത്? a² × b² എന്നാണ് എഴുതുന്നത്. അതുകൊണ്ട് 2² × b², 2² × j². 2² എന്ന് പറഞ്ഞാൽ 4 × j². j എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു j √(-1) ആണ്. അപ്പോൾ j² എന്ന് പറഞ്ഞാൽ -1 വരും. അപ്പോൾ നമുക്കിവിടെ ആഡ് ചെയ്ത് വന്ന് 20 എന്ന് പറഞ്ഞ റിസൾട്ടിലേക്ക് വരും. ഇനി ഇത് a + b × a + b × c + d എന്ന ഫോമാറ്റിലാണ് നമ്മൾ നേരത്തെ ചെയ്തു. അതിൻ്റെ റിസൾട്ട് എന്താണ് കിട്ടിയത്? 14 - 2j അല്ലേ? 14 - 2j അല്ലേ കിട്ടിയത്? അത് തെറ്റാണ്. നമുക്ക് കോംപ്ലിമെൻ്ററി കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 4 എത്രയാണ്? 12. 3 × 2j എത്രയാണ്?
6j. j ഇൻറ്റു 4 എത്രയാണ്? 4j. j ഇൻറ്റു 2j എത്രയാണ്? 2 ഇൻറ്റു j സ്ക്വയർ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഞാൻ അങ്ങോട്ട് എഴുതുകയാണ്. 12 പ്ലസ് 6j പ്ലസ് 4j എത്രയാണ്? നമുക്ക് ഇമാജിനറി പാർട്ട് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. 10j. 2 ഇൻറ്റു ജെ സ്ക്വയർ. ജെ സ്ക്വയർ മൈനസ് 2 ഡിവൈഡഡ് ബൈ 20. 12 മൈനസ് 2 എത്ര? 10 പ്ലസ് 10j ഡിവൈഡഡ് ബൈ 20. ഇനി നോക്കൂ 10/20. 10/20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 അല്ലേ? 1/2. നമുക്കിങ്ങനെ ഒരു ന്യൂമറേറ്ററിൽ ആഡ് ചെയ്തിരിക്കുന്ന ടേംസ് നമുക്ക് ഡിനോമിനേറ്ററിൽ ഒരു ടേം ആണുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 10/20 പ്ലസ് 10/20j എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. 10/20 എന്ന് പറഞ്ഞാൽ 1/2 പ്ലസ് 1/2j എന്ന് പറഞ്ഞാൽ എന്താണ്? 0.5 പ്ലസ് 0.5j. അത്രയേ ഉള്ളൂ ആൻസർ. അതാണ് Z1/Z2 ചെയ്യും. ഇനി നമുക്ക് അടുത്ത് തന്നിരിക്കുന്ന 3 നമ്പേഴ്സാണ്. 1 പ്ലസ് j 1, 2 എന്ന് പറയുന്നത് 1 പ്ലസ് √3j, 2 എന്ന് പറയുന്നത് √3 മൈനസ് j, 3 എന്ന് പറയുന്നത്. ഈ 3 നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. പോളാർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നിറ്റ്യൂഡ്, ആംഗിൾ, തീറ്റ, ആ ഒരു ഫോമാറ്റിലേക്കാണ് മാറ്റേണ്ടത്. ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. അതായത് നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പോളാർ ഫോം കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ആംഗിളും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 6 എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കും? റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ 1 സ്ക്വയർ, ഇമാജിനറി പാർട്ടിൽ കിടക്കുന്ന മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന കോൺസ്റ്റൻറ്റിൻ്റെ സ്ക്വയർ, അതും 1 ആണ്. j ഇൻറ്റു 1 അല്ലേ? റൂട്ട് എടുക്കുന്നവരാണ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നത്. എത്രയാണ് കിട്ടുന്നത്? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2 ആണ് കിട്ടുന്നത്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് കിട്ടി കഴിഞ്ഞാൽ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ടാൻ ഇൻവേഴ്സ് y/x. ടാൻ ഇൻവേഴ്സ് y എന്ന് പറയുന്ന ജെയുടെ കോഎഫിഷ്യൻ, അതായത് ഇമാജിനറി പാർട്ടിൻ്റെ കോഎഫിഷ്യൻ 1 ബൈ എക്സിൻ്റെ കോഎഫിഷ്യൻ. ടാൻ ഇൻവേഴ്സ് -1. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നോക്കൂ, ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, ഇത്രയും മതി. ഇതിൻ്റെ കോസും സൈനും ടാനും പഠിക്കണം. കോസ് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2. കോസ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. കോസ് 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. സൈൻ 180 കൂടെ കിടക്കട്ടെ, ഇത് 1 ആണ്. ആക്ച്വലി കോസ് 80 എന്ന് പറയുന്നത് -1 ആണ്. സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. നോക്കൂ, ഇതിങ്ങനെ തിരിഞ്ഞു വരും. ഇത് √3/2, അതായത് 60. സൈൻ 90 1 ആണ്. ടാൻ നോക്കൂ, ടാൻ എന്ന് പറയുന്നത് സൈൻ ബൈ കോസ് ആണ്. സൈൻ ബൈ കോസ്. ഇപ്പോൾ 1/2 ബൈ √3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√3 കിട്ടും. ടാൻ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2 √3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3 കിട്ടും. ടാൻ 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/0 ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇനി ഇതിനിടയ്ക്ക് ഒരു 45 ഡിഗ്രി എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. കോസ് 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. അപ്പോൾ ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ഡിഗ്രിയാണ്. ഓക്കെ,
അപ്പോൾ ഇതിനെ പോളാർ ഫോമിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാമല്ലോ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √2 ആംഗിൾ 45 ഡിഗ്രി. എല്ലാ ആൻസർ ഇതാണ് ഫസ്റ്റിൻ്റെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട്. ഇനി അടുത്തതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? 1 + √3 × j. ഇതിൻ്റെ പോളാർ ഫോമിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ആദ്യം മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ആ 1 റിയൽ പാർട്ടിൻ്റെ 1², ഇമാജിനറി പാർട്ടിൻ്റെ √3² എത്രയാണ്? 1 + √3² എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ 3 + 1 4. √4 എന്ന് പറഞ്ഞാൽ 2 ആണ് ആൻസർ. ഇനി ആംഗിൾ എന്താണ്? tan inverse √3/1. tan inverse √3 എത്രയാണ്? 60 ഡിഗ്രിയാണ്. tan of 60 ഡിഗ്രി √3 ആണെങ്കിൽ tan inverse √3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. അപ്പോൾ 60 ഡിഗ്രി കിട്ടി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ എന്താണ്? ആർ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആംഗിൾ 60 ഡിഗ്രി. ഇനി അടുത്ത എത്രയാണ്? √3 - j എന്ന് പറയുന്ന മൂന്നാമത്തെ നമ്പറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? √r എന്ന് പറയുന്നത് √√3² -1/2. √3² എത്രയാണ്? 3 + 1 അതും 2 തന്നെ വരും. തീറ്റ എന്താണ്? tan inverse -1/√3. tan inverse -1/√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan inverse 1/√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan inverse 1/√3 30 ആണെങ്കിൽ tan inverse -1/√3 എത്രയായിരിക്കും? -30 ഡിഗ്രി. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടുകൾ ഞാൻ ഒന്ന് എഴുതുകയാണ്. റിസൾട്ടുകൾ ഒന്നും കൂടെ എഴുതുകയാണ്. ഇതിൻ്റെ പോളാർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് √2 ആംഗിൾ 45 ഡിഗ്രി, ഇത് 2 ആംഗിൾ 60 ഡിഗ്രി, ഇത് 2 ആംഗിൾ -30 ഡിഗ്രി. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ഈ പോളാർ ഫോമിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയൽ പാർട്ടുകളെല്ലാം കൂടെ പ്രോഡക്റ്റ് ചെയ്യുക. √2 മൂന്നിൻ്റെയും പ്രോഡക്റ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. √2 × 2 × 2 ഇപ്പോൾ റിയൽ പാർട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ആംഗിൾ നോക്കൂ. ഈ പോളാർ ഫോമിൽ അല്ലെങ്കിൽ ആംഗിൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ അതിനെ ആഡ് ചെയ്യാം. 45 × 60 × -30 എന്നല്ല എഴുതേണ്ടത്. 45 + 60 -30. ആ സൈൻ അതുപോലെ ഇട്ട് ആഡ് ചെയ്താൽ അതിൻ്റെ ആംഗിൾ കിട്ടും. ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. √2 × അതായത് റിയൽ പാർട്ടുകളെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. √2 × 2 × 2 അപ്പോൾ 4√2 ആംഗിൾ 45 + 60 -30 എത്ര കിട്ടും? 60 + 40 100 105 - 30 അപ്പോൾ 75 എന്ന ആംഗിളിലേക്ക് കിട്ടും. ഓക്കെ, 75 എന്ന ആംഗിളിലേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ചോദിച്ചിരുന്നത് മൂന്ന് ക്വസ്റ്റ്യൻ അതിൻ്റെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ പോളാർ ഫോമിൽ നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. റിയൽ പാർട്ടുകളെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. √2 × 2 × 2 മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ആംഗിളുകൾ തമ്മിൽ മൾട്ടിപ്ലൈ അല്ല ചെയ്യേണ്ടത്, ആംഗിളുകൾ തമ്മിൽ അങ്ങ് ആഡ് ചെയ്ത് വെച്ചാൽ മതി. 45ൻ്റെ സൈൻ പോസിറ്റീവ്, 60 ഇവിടെ മാത്രം മൈനസ് പറഞ്ഞുകൊണ്ട് 45 + 60 -30. അപ്പോൾ നമുക്ക് പോളാർ ഫോമിലേക്ക് കിട്ടി. ഈ പോളാർ ഫോമിൽ നിന്ന് നമുക്ക് ട്രിഗ്നോമെട്രിക് ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? വളരെ എളുപ്പമാണ്. ആർ ആംഗിൾ തീറ്റ നമ്മൾ ട്രിഗ്നോമെട്രിക്കിൽ എന്താണ് ചെയ്യുന്നത്? r × cos θ + j sin θ എന്ന് പറയുന്നതാണ് ട്രിഗ്നോമെട്രിയിലൊക്കെ കൊടുക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? r എന്ന് പറയുന്നത് √2 × cos എത്രയാണ് നമുക്ക് കിട്ടിയത്? -75
75 എന്ന ആംഗിളാണ് കിട്ടിയത്. 75 പ്ലസ് ജെ സൈൻ 75. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ട്രിഗ്നോമെട്രിക് ഫോമിലേക്ക് നമുക്ക് കിട്ടും. വളരെ എളുപ്പമാണ്. ഇതിന് കോസ് 75 ഡിഗ്രിയിലിട്ട് കാൽക്കുലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് കിട്ടും. ഇത്രയേ പറഞ്ഞു. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കിട്ടും. അപ്പം ഏത് തരം ഫോർമാറ്റുകളാണുള്ളത്? ഒന്ന് എക്സ് പ്ലസ് വൈ ജെ എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ ഫോമിൽ എഴുതാം. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് പോളാർ മാറ്റാം, ആർ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കാം. ഇനി ട്രിഗ്നോമെട്രിയിലേക്ക് മാറ്റാം, കോസ് തീറ്റ ജെ സൈൻ തീറ്റ എന്ന ഫോർമാറ്റിലേക്ക് മാറ്റാം. ഇത് ട്രിഗ്നോമെട്രിക് ഫോം, ഇത് കാർട്ടീഷ്യൻ അഥവാ റെക്റ്റാങ്കിൾ ഫോം. ഇത് മൂന്നാമത്തെ പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഫോം. എക്സ്പോണൻഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇ റൈസ് ടു ജെ തീറ്റ, ആർ ഇ റൈസ് ടു ജെ തീറ്റ. ട്രിഗ്നോമെട്രി അറിയാമെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫോം കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ്. ആർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഇ റൈസ് ടു ജെ തീറ്റയുടെ എക്സ്പാൻഷൻ എന്താണ്? കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ. വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനാണെങ്കിൽ ഇത് തന്നെത്താനെ ആഡ് ചെയ്യുക. അതായത് കാർട്ടീഷ്യൻ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഫോമിലാണ് ആഡ് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ മറ്റത് ഭയങ്കര പാടായതുകൊണ്ട് നമുക്ക് പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം, അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കണം. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന കോഎഫിഷ്യൻ്റെ സ്ക്വയർ, 1 സ്ക്വയർ പ്ലസ് ഇതിൻ്റെ 1 സ്ക്വയർ. അപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് √2 എന്ന് പറഞ്ഞ് കിട്ടും. ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. വൈ എന്ന് പറയുന്നത് ജെയുടെ കോഎഫിഷ്യൻ്റ്. ജെയുടെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 1/1 എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 1. അപ്പോൾ നമുക്ക് 45 എന്ന് കിട്ടും. വളരെ എളുപ്പമാണ്. അങ്ങനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പാർട്ടിനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക, ആംഗിളിനെ എല്ലാം ആഡ് ചെയ്യുക. ഇനി നോക്കൂ, നിങ്ങൾക്ക് മൾട്ടിപ്ലൈ അങ്ങനെയാണ് കിടക്കുന്നത്. നോക്കൂ, ഈ രണ്ട് വാല്യൂസിനെ ഡിവൈഡ് ചെയ്യണം. 1 പ്ലസ് ജെ ഡിവൈഡഡ് ബൈ 1 പ്ലസ് √3 ജെ. ഇതിനെ ഡിവൈഡ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് Z1 ബൈ Z2. ഡിവൈഡ് ചെയ്യാനും ഇത് പോളാർ ഫോമിൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. √2 ആംഗിൾ 45 ഡിഗ്രി വല്ലേ ചോദിച്ചിരിക്കുന്നത്. √2 ആംഗിൾ 45 ഡിഗ്രി, 2 ആംഗിൾ 60 ഡിഗ്രി. അതായത് നമ്മൾ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. എങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ √2/2 എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുക, റിയൽ പാർട്ടിനെ ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു ആംഗിൾ എത്രയാണ്? 45 മൈനസ് 60. അതായത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആഡ് ചെയ്തു, ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിലത്തത് മൈനസ് താഴത്തത് ചെയ്താൽ മതി. 45 മൈനസ് 60 എത്രയാണ് വരുന്നത്? മൈനസ് 15 ഡിഗ്രി. √2/2 അവിടെ ഇട്ടിരുന്നാൽ മതി. ഇതാണ് റിയൽ പാർട്ട്, ഇത് ആംഗിളാണ് വരുന്നത്. സോറി, നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഇതാണ് വരുന്നത്, ആംഗിൾ ഇതാണ് വരുന്നത്. ഇതിനെ ട്രിഗ്നോമെട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ട്രിഗ്നോമെട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാർട്ടീഷ്യൻ രീതിയിലേക്ക് വരും. എങ്ങനെ? എക്സ് പ്ലസ് വൈ ജെ എന്ന ഫോർമാറ്റിലേക്ക് നമുക്ക് വരും. കോസും സൈനും ആംഗിൾ കൊടുക്കുമ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ ഫോമിലേക്ക് വരും. വളരെ സിമ്പിളാണ്. ഒരു കോംപ്ലക്സ് നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പോളാർ ഫോമിലേക്ക് മാറ്റുക. പോളാർ ഫോമിലേക്ക് മാറ്റി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഈ കിടക്കുന്ന മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, അത് അവിടെ കിടക്കട്ടെ. ആംഗിളിനെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. മുകളിലത്തെ മൈനസ് താഴത്തത്. ഇനി ഇവിടത്തെയാണ് നോക്കൂ, ഇവിടത്തെയാണ് മൈനസ് ഡിവൈഡ് ചെയ്യണം. നോക്കൂ, ഈ രണ്ട് നമ്പേഴ്സിന് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 2 ആംഗിൾ 60 ബൈ 2 ആംഗിൾ മൈനസ് 30. അതെന്താണ്? 2/2 എന്ന് പറയുന്നത് എന്താണ്? 2/2. ഈ കിടക്കുന്ന സാധനം 2/2 1. ഇനി ആംഗിളിന് എന്ത് ചെയ്യണം? 60 മൈനസ് ഓഫ് മൈനസ് 30 എത്രയാണ്? 90 ഡിഗ്രി. 60 മൈനസ് ഓഫ് മൈനസ് 30 അത് 90. അടുത്ത ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അത് ഡിവൈഡ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. Z1 എന്ന് പറയുന്നത് 8 ആംഗിൾ മൈനസ് 30. വളരെ എളുപ്പമാണ്. Z2 എന്ന് പറയുന്നത് 2 ആംഗിൾ മൈനസ് 60 ഡിഗ്രി. Z1/Z2 ആണ് ചോദിച്ചിരിക്കുന്നത്. Z1/Z2 എങ്ങനെ കണ്ടുപിടിക്കാം? Z1/Z2 എന്ന് പറഞ്ഞാൽ 8 ആംഗിൾ മൈനസ് 30 ഡിവൈഡഡ് ബൈ
2 ആംഗിൾ -60. എങ്ങനെ ചെയ്യാം പറയൂ? 8/2 4 എന്ന് എടുക്കാം. -30 -60 -30 -60 എത്ര കിട്ടും? 4 ആംഗിൾ -30 + 60 എത്ര കിട്ടും? 4 ആംഗിൾ 30 എന്ന് കിട്ടില്ലേ? 60 -30 അല്ലേ വരുന്നത്? 4 ആംഗിൾ 30. ഇനി അതിനെ ട്രിഗണോമെട്രിയിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? 4 × cos 30 + j sin 30. ഇതിനെന്ത് ചെയ്യണം? cos of angle 30 കാൽക്കുലേറ്റ് കൊടുക്കണം, sin of angle 30 കാൽക്കുലേറ്റ് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാൻ മതി. അല്ലെങ്കിൽ cos 30 എത്രയാണ്? cos 30 എന്ന് പറയുന്നത് നമുക്ക് √3/2 + j × sin 30 എന്ന് പറയുന്നത് എത്രയാണ്? 1/2 × 4 കിട്ടുമ്പോൾ നമുക്ക് ആൻസർ കിട്ടില്ലേ? അതിന് എക്സ്പോണൻഷ്യൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? e⁻j θ r e⁻j θ അല്ലേ? r ഇതിൽ എത്രയാണ്? 4 ആണ്. e⁻j × 30°. അത്രേ ഉള്ളൂ. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 3 + 5j + 4 + 3j. ഞാൻ പെട്ടെന്ന് ചെയ്യുകയാണ്. ഇതിനെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇതിനെ a+ib എന്ന് പറയുന്ന ib എന്ന് പറയുന്ന ഫോർമാറ്റ്, അതായത് കാർട്ടീഷ്യൻ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും? ഇത് നിങ്ങൾ എന്ത് ചെയ്യും? ഇതിന് എന്ത് ചെയ്യും? കോംപ്ലക്സ് നമ്പറാണ്. ഇതിനെ എന്ത് ചെയ്യും? കോംപ്ലിമെൻ്ററി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യും. അത് നമുക്ക് ഒഴിവാക്കാം. നമുക്ക് പോളാർ ഫോമിൽ പെട്ടെന്ന് എഴുതാൻ അറിയാമല്ലോ. പോളാർ ഫോമിൽ എങ്ങനെയാണ് എഴുതുന്നത്? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3√3² + 5² അല്ലേ എൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഇൻറ്റു ആംഗിൾ tan 1 5/3 അല്ലേ? tan 1 5/3. ഇവിടെ എന്താണ് കിട്ടുന്നത്? ഡിവൈഡഡ് ബൈ √4² + 3² അതല്ലേ മാഗ്നിറ്റ്യൂഡ്, ഇൻറ്റു ആംഗിൾ tan 1 3/4 അല്ലേ? നിങ്ങൾ ആംഗിൾ tan 1 5/3 tan 1 3/4 കാൽക്കുലേറ്റർ മൾട്ടിപ്ലൈ കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് അവസാനം റിസൾട്ട് നമുക്കൊരു ഫോർമാറ്റിൽ കിട്ടും. r ആംഗിൾ θ എന്നൊരു ഫോർമാറ്റിൽ കിട്ടും. ആ r ആംഗിൾ θയെ നമ്മൾ എന്ത് ചെയ്യണം? ട്രിഗ്നോമെട്രിയിൽ കൺവേർട്ട് ചെയ്താൽ മതി. cos θ + j sin θ എന്ന ഫോർമാറ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കാർട്ടീഷ്യൻ രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മൾ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതിനെ ട്രിഗ്നോമെട്രിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റെക്റ്റാങ്കുലർ ഫോർമാറ്റിലേക്ക് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ എന്താ ചെയ്യുക? അല്ലെങ്കിൽ വളരെ പാടായിട്ടുള്ള സാധനമാണ്. 3 + 5j / 4 + 3j × 4 - 3j. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ കോംപ്ലിമെൻ്ററി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക മുകളിലും താഴെ. അപ്പോൾ ഇതിനെ a + b × c + d എന്ന് പറഞ്ഞ ഫോർമാറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിൽ എഴുതുക. ഇവിടെ എന്താണ്? a + b × a - b വരും. a + b × a - b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4² - 3j². 4² എത്രയാണ്? 16 -3j² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +9. 3² 9, j² -1 -1 എന്ന് പറയുന്നത് പ്ലസ്. അപ്പോൾ മുകളിൽ എന്താണ്? താഴത്തെ ഡിനോമിനേറ്ററിൽ എന്ത് കിട്ടും? 16 + 9 എന്ന് കിട്ടും. മുകളിൽ എങ്ങനെ കിട്ടും? 3 × 4 എന്ന് പറഞ്ഞാൽ 12, 5 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20j ആദ്യം അത് എഴുതണം. 12 + 3 × -3j എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -9j പ്ലസ് 5j × 4j എന്ന് പറഞ്ഞാൽ 20j. 5j × -3j 5j × -3j 5 3 15 15 15 × -1 × j² അല്ലേ? എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 12 -9j + 20j 15 അല്ലല്ലോ 5 × -3 5 × -3 എത്രയാണ്? -15 × j² എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ ഇതും കൂടെ പ്ലസ്സായി 15 എന്ന് പറഞ്ഞ ആൻസറിലേക്ക് കിട്ടും. 15 ÷ 25 എന്ന് പറഞ്ഞ റിസൾട്ടിലേക്ക് കിട്ടും.
ഇതൊന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 20 19 പോയാൽ 11J, 22 15 17 പ്ലസ് 11J ഡിവൈഡ് ബൈ 25. സോറി, 12 15 27. 27 പ്ലസ് 15J ബൈ 25. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അത് AC സപ്ലൈയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വോട്ട് ബൾബാണ് തന്നിരിക്കുന്നത്. 100 വോട്ട് ബൾബ്. പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. അപ്പോൾ പവർ എന്ന് പറയുന്നത് 100 വാട്ടാണ് തന്നിട്ടുണ്ട്. കൂടാതെ വോൾട്ടേജ് RMS വോൾട്ടേജ് ആണ് തരുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്ന വോൾട്ടേജ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് RMS വോൾട്ടേജ് ആയിരിക്കും. RMS എന്ന് പറഞ്ഞാൽ റൂട്ട്സ് മീൻ സ്ക്വയർ വോൾട്ടേജ്. RMS വോൾട്ടേജ് എന്ന് പറയുന്നത് 220 വോൾട്ടാണ് തന്നിട്ടുണ്ട്. 220 വോൾട്ടാണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 100 വോൾട്ട് ബൾബ് എന്ന് പറയുന്നുണ്ട്, 220 വോൾട്ട് സപ്ലൈയും കൊടുത്തിട്ടുണ്ട് പറയുന്നു. റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പവറിനൊരു ഇക്വേഷൻ ഉണ്ട്, V²/R എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. R എന്ന് പറയുന്നത് V²/P എന്ന് പറയും. V² എത്രയാണ്? 220 സ്ക്വയർ ഡിവൈഡ് ബൈ പവർ 100. നമുക്ക് വാല്യൂ കിട്ടും 484 ഓം എന്ന് പറയുന്ന റെസിസ്റ്റൻസ് കിട്ടും. ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഒന്നാമത്തത് കണ്ടുപിടിച്ചു. ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പീക്ക് വോൾട്ടേജ് ആണ്. പീക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VRMS എന്ന് പറയുന്നത് നമുക്കറിയാം. നമുക്ക് തന്നിരിക്കുന്ന VRMS ആണ് എന്ന് പറയുന്നത് VM/√2 ആണ്. ഏത് ACയെ സംബന്ധിച്ചിടത്തോളം VM/√2 ആണ് VRMS. സോ VRMS ഇൻറ്റു √2 എടുക്കുമ്പോൾ നമുക്ക് പീക്ക് വോൾട്ടേജ് VM കിട്ടും. √2 ഇൻറ്റു 220 എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? VM കിട്ടും. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് ചോദിച്ചിരിക്കുന്നത്? കറണ്ട് ത്രൂ ദ ബൾബ്. വളരെ ഇക്വേഷൻ സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ്. പവർ ഇസ് ഈക്വൽ ടു VI എന്ന് പറയുന്ന ഇക്വേഷൻ. അതിൽ 220 ആണ് RMS വോൾട്ടേജ്, ഇതിലെ കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. പവർ നമുക്കറിയാം 100 ഡിവൈഡഡ് ബൈ 220 എടുക്കുമ്പോൾ നമുക്ക് കറണ്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ പഠിച്ചിരിക്കണം.